ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് പറയുന്നു, അവിടുത്തെ വചനം നമുക്കെല്ലാവർക്കും സമീപസ്ഥമാണ്. നമ്മളെല്ലാ ദിവസവും വായിക്കുന്നതാണ്, വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കാരണം കർത്താവിന് വചനം വായിക്കുകയും ആ വചനം നമ്മൾ അനുസരിക്കുകയും ചെയ്യുന്നത് കർത്താവിന് പ്രീതികരമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 18-ാമത്തെ തിരുലിഖിതം, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കണ്ടോ, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ എല്ലാം വചനമനുസരിച്ച്, നാം വചനമനുസരിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. തലമുറകളെ വിശദീകരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് പോകാനാണ് നല്ലൊരു തീരുമാനം ഈ പ്രഭാതത്തിലെടുക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.